നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA ആസ്ഥാനത്ത് NSUവിന്റെ പ്രതിഷേധം നടക്കുകയാണ്. തൗഫീഖ് അസ്ലം ചേരുന്നു വിവരങ്ങളുമായി. തൗഫീഖ്, പ്രതിഷേധം തുടരുകയാണ്. അജിംസ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. NTA ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള NSUവിന്റെ പ്രതിഷേധമാണിപ്പോൾ തുടരുന്നത്. നിരവധി വിദ്യാർത്ഥികളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ NTA ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. NTA സംവിധാനം അല്ലെങ്കിൽ NTA ഇനി ഒരു തരത്തിലും പരീക്ഷ നടത്തരുത് എന്നാണ് ഇപ്പോൾ NSUA ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു നടപടിയാണ് NTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വലിയ വീഴ്ച ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് NTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീറ്റ് പരീക്ഷ നടത്തിപ്പ് NTAനെ ഏൽപ്പിക്കരുതെന്നാണ് NSU ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധം NTAക്കെതിരെ NSUവിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും NSU NTA ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധവും കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ NSUA ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രധാന ഗേറ്റ് 3-ാം നമ്പർ ഗേറ്റിന് മുന്നിലാണ് NSUA പ്രതിഷേധവുമായി എത്തിയത്. ഇതിന്റെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് NTA ഓഫീസിലേക്ക് കടക്കാനായിട്ട് NSU പ്രവർത്തകർ തയ്യാറെടുത്തിരുന്നു. എന്നാൽ അവരെ പോലീസ് ഇപ്പോൾ പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ NTA ഓഫീസിന് മുന്നിൽ ഇപ്പോൾ NSU പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2024 ഉൾപ്പെടെ സമാനമായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും NTAക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. വീണ്ടും NTAയെ പരീക്ഷ ഏൽപ്പിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്. അതുകൊണ്ട് അതിനി അംഗീകരിക്കാൻ സാധിക്കില്ല. കർശനമായിട്ടുള്ള നടപടി NTAയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകണം. നിലവിൽ CBIയുടെ കസ്റ്റഡിയിലായിരിക്കുന്ന ആളുകൾ NTAയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടുത്തെ പ്രൊഫസർമാർ ഉൾപ്പെടെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അതുകൊണ്ട് NTAക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അതിൽ ഒരു അന്വേഷണം കൃത്യമായിട്ട് തന്നെ നടത്തണമെന്നാണ് ഇപ്പോൾ NSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടാകാം, ഇനിയും പരീക്ഷാ പേപ്പർ ചോർച്ചകൾ ഉണ്ടാകാം. അതുകൊണ്ട് NTAയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ഒപ്പം ഈ പരീക്ഷ ഏൽപ്പിക്കുന്നത് NTAയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ NSUയെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.